ആപ്പിള് US നെക്സ്റ്റ് ജനറേഷൻ എയർപോഡിന്റെ ഒരു പേറ്റന്റ് കൊടുത്തറിഞ്ഞായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. അത് വായിച്ചായിരുന്നു. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. അതിനകത്ത് ഭയങ്കര ഹൈലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് ജെൻ എയർപോഡ്സിൽ ബ്രെയിൻ വേവ്സ്, ബ്രെയിൻ ആക്ടിവിറ്റീസ്, ബയോളജിക്കൽ വേവ്സ് ഇതൊക്കെ റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആപ്പിൾ നെക്സ്റ്റ് ജെൻ എയർപോഡ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇത് എന്ന് ആപ്പിൾ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്ന് അറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു പേറ്റന്റ് ആപ്പിൾ ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഇവര് നേരത്തെ ഇത് എല്ലാം ഇത് ഇറക്കേണ്ട ഒരു ടൈം ആയപ്പോൾ അവരത് വെച്ചിട്ട് ഇപ്പൊ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബ്രാൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സാധനത്തിനെ കുറിച്ച് പറയുമ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിന്റെ ആഡ് കയറി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്രെയിൻ വേവ്സ് ക്യാച്ച് ചെയ്യാൻ അത് റീഡ് ചെയ്യാനും കേപ്പബിലിറ്റി ഉള്ള ഒരു എയർപോഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇനി മുതൽ നമ്മൾ ആ വാക്ക് പറയണ്ട, നമ്മൾ അതിനെക്കുറിച്ച് ജസ്റ്റ് മൈൻഡിൽ നിന്ന് ചിന്തിച്ചാൽ മതി. എനിക്ക് ഇന്ന സാധനം വേണം, എനിക്കൊരു സെനൈസറിന്റെ ഹെഡ്ഫോൺ വേണം. അപ്പോൾ ഞാനത് മൈൻഡിൽ ചിന്തിച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആഡ് കയറി വരാൻ തുടങ്ങും. ഇവര് ഈ ഒരു ഡാറ്റ മാത്രമായിരിക്കും എടുക്കുന്നത്. ഒരിക്കലും ഈസിലി നമ്മുടെ മാത്രമായിട്ട് എടുക്കാനും പറ്റത്തില്ലല്ലോ. ഈസിലി നമ്മുടെ ഈ ജി ഹെൽത്ത് കണ്ടീഷൻ ഓൾറെഡി ആപ്പിൾ വാച്ച് എടുക്കുന്നുണ്ട്. പക്ഷെ ബ്രെയിൻ വേവ്സ് വരുമ്പോഴത്തേനും അതിലും കൂടുതലായിട്ട് എടുക്കാൻ പറ്റും. ഈ ഒരു ഇന്നോവേഷൻ ഒരു രീതിയിൽ നോക്കിയാൽ ഭയങ്കര നല്ലതാണ്. ഒരു രീതിയിൽ പറയുന്ന പോലെ എന്ത് കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലോ. നല്ലതുമാണ്, എന്നാൽ അത് ചീത്തയുമാണ്, പ്രശ്നമാണ്.